നമ്മൾ ഈ ചാനൽ 5+ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യമായിട്ട് സംസാരിച്ച വ്യക്തിയും കൂടിയാണ് അമീർ സാറ്. ഏത് വിഷയം സാറ് നമുക്ക് നല്ല തുടങ്ങാൻ? നമ്മളൊരു വിഷയം പഠിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കണം. പക്ഷേ എണ്ണയിലേക്ക് വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ എങ്ങനെയായിരുന്നു പണ്ട് കഴിച്ചുകൊണ്ടിരുന്നതെന്നുള്ളത്. ഒന്ന്, വെളിച്ചെണ്ണ നമ്മൾ ആട്ടിയെടുക്കുക ചെയ്തത്. കൊപ്ര മരച്ചക്കിൽ കൊപ്ര ആട്ടിയെടുക്കുമ്പോൾ അതിന് മെച്ചം എന്താണ്? ആ കൊപ്ര ചൂടാവില്ല. അപ്പോൾ അതിൽ നിന്ന് വരുന്ന എണ്ണ ചൂടായിട്ടില്ല. ആ എണ്ണ നമുക്ക് എന്ത് ചെയ്യാം? കൊണ്ടുവന്ന് കറിയിൽ വെക്കാം. ഈവൻ ഒരു കറി വെക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക ഏറ്റവും കുറഞ്ഞ സ്മോക്കിംഗ് പോയിൻ്റുള്ള എണ്ണയാണ് വെളിച്ചെണ്ണ. അതായത് 137 ഡിഗ്രി ചൂടായി കഴിഞ്ഞാൽ എണ്ണ എന്ത് ചെയ്യും? പുകയും. മറ്റുള്ള എണ്ണയൊക്കെ കുറേ കഴിഞ്ഞിട്ടാണത് പുകയുന്നത്. അത് സ്മോക്കാകാതെ, ഒരു എണ്ണ സ്മോക്കാകാന്ന് പറഞ്ഞാൽ അത് ഡേഞ്ചറായി എന്നതിൻ്റെ അർത്ഥം. ശരി, അങ്ങനെ ഉണ്ട് അല്ലേ? അത് സ്മോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ എണ്ണ അത് വിഷലിത്തമായി കഴിഞ്ഞു. അതുകൊണ്ട് സ്മോക്കിംഗ് പോയിന്റുകൾക്ക് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? ആ ഫ്രൈയിങ് നടക്കണം. ഏതാണ്ട് കടുക് പൊട്ടുന്ന പരുവാണ് ഒരു എണ്ണ ചൂടാകേണ്ടത്. മനസ്സിലായില്ല. അതായത് നമ്മളൊരു അധികം വെറുതെ കടുകും മറ്റെല്ലാം കൂടി ഇതുവരെ അങ്ങനെ കാത്തുന്നത് ചൂടായി പുക വന്നു കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യും? വേഗം സ്റ്റൗ ഒന്ന് കുറച്ചിട്ട് നമ്മളതിൽ ബാക്കി സാധനങ്ങളൊക്കെ ഇടും. അപ്പോൾ അത് വിഷാണെന്നാണ് പറയുന്നത്. അത് നമ്മളിപ്പം പിന്നെ ഇതിൽ പൊരിക്കുന്നു മറ്റോ ചെയ്യുന്നെങ്കിൽ കടുക് പൊട്ടുന്ന പരുവത്തിന് അപ്പുറത്തേക്ക് പോരാ. കടുക് പൊട്ടുന്ന ഒരു പരുവത്തിൽ വെച്ചേക്ക് നിർത്തിക്കണം ആ സമയത്തുള്ള എണ്ണയിലാണെങ്കിൽ. ഇനിയും പണ്ടൊന്നും ആരും എണ്ണയ്ക്കകത്തൊന്നും പൊരിച്ച് കഴിക്കാറില്ല. വെളിച്ചെണ്ണ എന്താ ചെയ്യുന്നത്? ഒന്ന് കറിയിലേക്ക് താളിക്കുകയാണ് ചെയ്യുന്നത്. കറി ചൂടായി വന്നു കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് പച്ചെണ്ണ ഒഴിക്കുക ചെയ്യുന്നത്. ചമ്മന്തിയുടെ മണ്ടയ്ക്കോട്ട് പച്ചെണ്ണ ഒഴിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രൈയിങ് സംസ്കാരം പിന്നെ വന്നതാണ്. നമ്മളത് ചുട്ട് കഴിക്കുന്നതാണ്. ഫ്രൈയിങ് സംസ്കാരം പിന്നെ വരുന്ന സാധനമാണ്. അപ്പോൾ അത് വളരെ സേഫായിരുന്നു അന്ന്. ഇപ്പോഴെന്ത് പറ്റി? നമ്മളിപ്പം മീൻ പൊരിക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മത്സ്യം ചട്ടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്? എണ്ണ ഒഴിക്കേണ്ടത്. അതിന് പകരം എണ്ണ ചൂടാക്കിയിട്ട് മീൻ എടുത്ത് എന്ത് ചെയ്യുകയാണ്? എണ്ണയിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഈ സംസ്കാരത്തിലുണ്ടാകുന്ന ഒരു മാറ്റമാണ്. ഇതൊക്കെ എന്തുണ്ടാകും? ടേസ്റ്റ് ചിലപ്പോൾ കൂട്ടിയിരിക്കും, പക്ഷേ ഡേഞ്ചർ കൂടിക്കൊണ്ടിരിക്കും. നമുക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പം നമ്മൾ എണ്ണ 20 ഗ്രാം എണ്ണ കഴിക്കേണ്ട ആൾ 45 ഗ്രാമിൻ്റെ അത് 25 ഗ്രാം നമുക്ക് കിട്ടുന്നുണ്ട്. അല്ല 20-25 ഗ്രാം എണ്ണ കഴിക്കേണ്ട ആൾ 200 ഗ്രാം എണ്ണ കഴിച്ചാൽ എവിടെ പോകും സ്ഥിതി? അതെ, കൊളസ്ട്രോൾ അടിച്ചു കയറും. അല്ല, അപ്പോൾ അത് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. രണ്ടാമത്, ഈ എണ്ണ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അറിയണം. കറിക്കകത്ത് ഒഴിക്കാൻ പഠിക്കണം, ഫ്രൈ ചെയ്യാൻ പഠിക്കണം. ഇനിയും പൊരിച്ച കടികൾ എത്രമാത്രം കുറയ്ക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കണം. പൊരിച്ച കടിക്ക് പിന്നെ നമ്മൾ കുഴക്കട്ടയാണ് വെക്കുന്നതെങ്കിൽ പിന്നെ അതിനപ്പുറത്ത് കുമ്പളപ്പൂവും ഇലയപ്പൂവും കുഴക്കട്ടയും അതിനപ്പുറത്ത് നമ്മുടെ പാൽവാഴക്ക ബനാന ഫ്രൈ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, ഇതിലേതാണ് എനിക്ക് സേഫ് എന്ന്. എന്തുകൊണ്ടാണ് എനിക്ക് സേഫ് എന്ന് ഞാൻ ചിന്തിക്കുന്നത്? ഒരു കൊച്ചു പയ്യൻ, അല്ല ഒരു ഓടി നടക്കുന്ന പയ്യനാണെങ്കിൽ എന്ത് ചെയ്യാം? അവന് വാഴക്കാപ്പ് എടുത്ത് കഴിക്കാം. കാരണം എന്താണ്? അവൻ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? എക്സസൈസ് ചെയ്യാണ്, എനർജി ചെയ്യുകയാണ്. അവൻ ബേൺ ചെയ്യുന്നുണ്ട്. അവൻ്റെ ഗ്രോയിങ് സ്റ്റേജിലാണ്. അതിന് കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം പറ്റാത്തുണ്ട്. നമ്മളതല്ല, 45 വയസ്സും 50 വയസ്സും കഴിഞ്ഞാൽ പ്രായമായ ആൾ ഇതൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയാൽ, പ്രത്യേകിച്ച് 35 കഴിഞ്ഞിട്ട് ഉള്ള ആൾ ഇതൊക്കെ എടുത്ത് കണ്ട് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള വർക്കും ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെ ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ ഈ പലഹാരങ്ങളിങ്ങനെ കണ്ടാലേ, ഇപ്പോൾ രാഷ്ട്രീയ ഇലക്ഷൻ സമയത്തൊക്കെ നമ്മൾ വോട്ട് ചെയ്യിക്കാൻ ചെല്ലുമ്പോൾ ഒരാളോട് ചോദിക്കാൻ ഞാൻ പ്രശ്നമാണ്. അപ്പോൾ അതുപോലെ എനിക്ക് തോന്നുന്നു ഞാൻ ഒന്ന് മാത്രം എടുക്കാൻ ഞാൻ മോശമല്ലേ. അപ്പോൾ ഞാനിതിങ്ങനെ ആദ്യം ആലോചിച്ചിട്ട് ഇതൊക്കെ ഏതൊക്കെ ഞാൻ തീർക്കണം. മറ്റൊരു പ്രശ്നമാണ്, ഒന്നും നമുക്ക് അവഗണിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് എണ്ണ. ഇപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സ് തട്ടുന്നുണ്ട്. കാരണം എണ്ണയും മധുരമാണ് എൻ്റെ വലിയൊരു വീക്ക്നെസ്. അപ്പോൾ അത് പുതിയൊരു അറിവാണ്. എന്നെപ്പോലെ തന്നെ എണ്ണ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വലിയൊരു അറിവാണ് അമീർ സാർ വന്നത്. അല്ല, ഇത് തന്നെ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഇപ്പോൾ എണ്ണയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ ഈ എണ്ണ എത്ര ഉപയോഗിക്കണമെന്ന് നമ്മൾ അറിയണം. രണ്ട്, വെളിച്ചെണ്ണയിലുള്ള മാറ്റങ്ങൾ നമ്മൾ കാണണം.
ഇപ്പം വെളിച്ചെണ്ണ നമ്മൾ കൊപ്ര ആട്ടാൻ പോകുമ്പോൾ ആദ്യം പിഴിഞ്ഞെടുക്കുന്ന എണ്ണയുണ്ടല്ലോ, അതാണ് ഏറ്റവും സേഫായ എണ്ണ. അത് ഏകദേശം അത് ഒരു വെളുത്തിരിക്കും, പക്ഷെ കാരണം അത് ചൂടൊന്നും ആകുന്നില്ല. അത് കഴിഞ്ഞിട്ട് അത് ഒന്ന് മുറുക്കും, മെഷീനൊക്കെ ഒന്നുകൂടി അപ്പോഴത്തേക്ക് എണ്ണ പിന്നെ വരുമ്പം കൊപ്ര തന്നെ അതിനകത്ത് ഇടയ്ക്കുന്ന പിണ്ണാക്ക് ചൂടാകുകയാണ്, ചിണ്ണാക്കിന് വേണ്ടി പിഴിഞ്ഞെടുക്കുകയാണ്. ആ പിഴിഞ്ഞെടുക്കുന്ന എണ്ണ കളർ മാറും. എന്തുകൊണ്ടാണ് കളർ മാറുന്നത്? ഹീറ്റ് കൊണ്ടുണ്ടാകുന്ന കളർ ഉണ്ടാകുന്ന എണ്ണയിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. നമ്മൾക്ക് ചേഞ്ചസ് ഉണ്ടാകുന്നത് 3 വട്ടം എങ്ങാണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത് ഇതെല്ലാം കഴിഞ്ഞിട്ട് മൂന്നാമതൊരു പിഴിച്ചിട്ടുണ്ട്. അവസാനം അതിനകത്ത് 5% 10% ഉണ്ട്. പക്ഷേ ഏതാണ്ട് കറുത്ത ലൈനിലേക്കാണ് ആ എണ്ണ പോകുന്നത്. അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അറിയാം ഇതിൽ നിന്ന് പുക വരും, അങ്ങനെ ചൂടായിട്ട് വരുന്ന എണ്ണയോടാണ് ചെയ്യുക. അപ്പോൾ ഈ സെക്കൻഡും തേർഡും വരുന്ന എണ്ണ യഥാർത്ഥത്തിൽ നമുക്ക് എന്തല്ല, എഡിബിൾ അല്ല. വേറെ കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, സാധാരണ എണ്ണയ്ക്ക് മണം ഉണ്ടാകത്തില്ല. വെളിച്ചെണ്ണക്ക് ഏറ്റവും നല്ല എണ്ണയ്ക്ക് എന്തില്ല, റിഫൈൻഡ് അല്ല ഉദ്ദേശിച്ചത്, പിഴിഞ്ഞ് വരുമ്പോൾ മണം ഉണ്ടാകത്തില്ല. മണം ഉണ്ടാകും, അത് നമ്മൾ കയ്യിലെടുത്തിട്ട് എന്ത് ചെയ്യും, നേർപ്പിക്ക് മണം ഉണ്ടാകും. അതെടുത്ത് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുമ്പോൾ മണം ഉണ്ടാകും. ഒരു വെളിച്ചെണ്ണ ഫാക്ടറിയിൽ നിന്നും അവിടെ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന രീതിയിൽ വെളിച്ചെണ്ണയുടെ മണം വരുന്നു നനച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, സെക്കൻഡും തേർഡും പ്രോസസ്സ് നടക്കുകയാണെന്നാണ്. അതല്ലെങ്കിൽ കൊപ്രയെ റോസ്റ്റ് ചെയ്യുകയാണ്. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയൊരു കാര്യം, ഒരു എണ്ണ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഞാൻ ഇത് കുക്കിംഗ് മീഡിയമായിട്ടോ റോസ്റ്റ് ചെയ്യാനാണ്. മറ്റൊരു ഭക്ഷ്യ എണ്ണയ്ക്കും റോസ്റ്റഡ് എന്ന് ചേർക്കാറില്ല. നിങ്ങൾ റോസ്റ്റഡ് നല്ലെണ്ണ എന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല. റോസ്റ്റഡ് പാം ഓയിൽ എന്നുണ്ടോ? റോസ്റ്റഡ് കടുകെണ്ണ എന്നുണ്ടോ? പക്ഷേ കേരളത്തിൽ മൊത്തം കാണുന്നത് എന്താണ്, റോസ്റ്റഡ് കോക്കനട്ട് ഓയിലാണ്. ഇതിൻ്റെ പാക്കറ്റ് മേലെ ഉണ്ടാവും, പാക്കറ്റിലെല്ലാം റോസ്റ്റഡ് കോക്കനട്ട് ഓയിൽ. ശ്രദ്ധിക്കേണ്ട കാര്യം അത് റോസ്റ്റഡ് കോക്കനട്ട് ഓയിൽ ഒന്നുണ്ടാവും. റോസ്റ്റഡ് അപ്പോൾ ഒരു കളവ് അറിയുന്നില്ല, അതൊരു റോസ്റ്റഡ് ശാരീരിക കച്ചവടമാണ് റോസ്റ്റഡ് കോക്കനട്ട് ഓയിൽ. അതായത് 2-3 രീതിയുണ്ട്. ഒന്ന് പിന്നെ റിഫൈൻഡ് കോക്കനട്ട് ഓയിലിന് മണം ഉണ്ടാകത്തിന് അതിനകത്ത് എന്ത് ചെയ്യും, നല്ല കൊപ്രയൊക്കെ നല്ല മൊരിച്ച് അതിൽ നിന്ന് എണ്ണ എടുത്തിട്ട് സ്മെല്ലാക്കിയിട്ട് ഇതിനകത്ത് ചേർക്കുമ്പോഴത്തേക്കും ആ സ്മെല്ലിന് അത് പാക്ക് ചെയ്യുമ്പോൾ ഒരു നല്ലത്. 2, ഈ റോസ്റ്റഡ് കോക്കനട്ട് ഓയിലാണ് നല്ലതെന്നുള്ളത്, നല്ല സ്മെല്ല് വേണമെന്നും ആർക്ക് തോന്നലുണ്ടായി, കൺസ്യൂമറിന് തോന്നലുണ്ടായി കൊടുത്തു. അതോടുകൂടി ഉപഭോക്താക്കൾ നല്ല അതാണെന്ന് വിശ്വസിച്ചു തുടങ്ങി. യഥാർത്ഥത്തിൽ ഇനി ഒരു കേസ് കൊണ്ട് പോയാൽ ഇത് നിയമവിരുദ്ധമാണ്. റോസ്റ്റഡ് കോക്കനട്ട് ഓയിലിന് എഴുതാൻ ഫുഡ് സേഫ്റ്റി റൂൾസിലൊന്നും ഒരു അനുവാദവും ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. സാറ് അഗ്മാർക്ക് ഓഫീസറായിരുന്നു, ഇതൊക്കെ നോക്കിയിട്ടാണോ കേരളത്തിലും ഇന്ത്യയിലുള്ള ഈ കമ്പനികൾക്കൊക്കെ ഇത് കൊടുത്തത്? അല്ല. നമ്മളിപ്പം വന്ന് ഞാനൊരു സമയത്ത് റോസ്റ്റഡ് കോക്കനട്ട് ഓയിൽ ഇടാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അത് തെറ്റാണെന്ന് പറയും. പക്ഷേ ഒരു മാർക്കറ്റിംഗ് ലൈനിൽ എല്ലാവരും എഴുതി തുടങ്ങി കഴിയുമ്പോൾ നമുക്കായിട്ട് മാറിക്കാൻ പറ്റില്ല. പക്ഷേ സാർ ഈ പറഞ്ഞതിൽ എനിക്കൊരു എതിരഭിപ്രായമുണ്ട്. കാരണം ഈ എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ അത് വിഷാംശം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അല്ലേ? എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ ഞാൻ വിഷാംശം ഉണ്ടാകുമെന്നല്ല ഞാൻ പറഞ്ഞത്. എണ്ണ അമിതമായി ചൂടാകുമ്പോൾ പക്ഷെ അതിൽ എനിക്കൊരു എതിരഭിപ്രായം പറഞ്ഞു. ഞാനൊക്കെ കുട്ടിക്കാലത്ത് പ്രത്യേകിച്ച് അന്ന് നമ്മുടെ ഈ എന്താണ് പറയുക, വസൂരി പോലെയുള്ള രോഗങ്ങളുണ്ടാവും. അതുണ്ടായി കഴിഞ്ഞാൽ അന്ന് അത് കഴിഞ്ഞ് കുടിക്കാൻ എടുക്കുക നമ്മൾ പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ചൂടാക്കി എടുത്തിട്ട് അതൊരു 8-10 വീട് അപ്പുറത്തേക്ക് അതിന് സ്മെല്ല് വരും. എന്നിട്ട് അതിൻ്റെ പീരയിൽ അവസാനം കുറച്ച് എന്തെങ്കിലും പൊട്ടിച്ച് തിന്ന് അതിപ്പോഴും നാവിൻ്റെ ഉള്ളിലുണ്ട് അത് ടേസ്റ്റും ആ മണം. അതങ്ങനെ ചൂടാക്കി എന്നിട്ട് മഞ്ഞപ്പൊടി ഇടും. അപ്പം അങ്ങനെ ചൂടാക്കി വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഇപ്പോഴും 2 ടൈപ്പ്. വെർജിൻ കോക്കനട്ട് വേറെ, ഈ എണ്ണ ബേക്ക് ചെയ്തിട്ടുള്ള എണ്ണയാണ്. അതായത് പിന്നെ പിഴിഞ്ഞെടുത്ത് നമ്മൾ പാല് കാച്ചി അതിൽ നിന്ന് കുറുക്കിയെടുക്കുന്ന എണ്ണ. ഈ എണ്ണ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ശരീരത്തിൽ തേക്കാനാണ്. എന്താണ് തേക്കുന്നതിൻ്റെ ആവശ്യം? എന്താണ്? ഇതിൻ്റെ അകത്ത് ഒരു അസുഖം വന്നിരിക്കുകയാണ്, അതിനെ പ്രതിരോധിക്കാനുള്ള അടുത്ത മരുന്നായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കാൻ. അല്ല, അങ്ങനെ ചൂടാക്കി എണ്ണ ഇപ്പോൾ വെർജിൻ കോക്കനട്ട് മാർക്കറ്റിൽ വരുന്നുണ്ടല്ലോ, അത് ചെറിയ ബ്രൗൺ കളറിൽ തന്നെ. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ എന്നുള്ളത് പലപ്പോഴും ബേക്ക്ഡ് കോക്കനട്ട് മിൽക്ക് ഓയിൽ. ഞാൻ ആ പേരിപ്പം വേറെ ആരും ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കും. ഏതാണ് ഒന്ന് വ്യക്തമായി പറയാം. അതായത് ചൂടാക്കി ഉണ്ടാക്കുന്നത് അത് വെർജിൻ കോക്കനട്ട് മാർക്കറ്റ് വരുന്നുണ്ട്. ബേക്ക്ഡ് കോക്കനട്ട് മിൽക്ക് ഓയിൽ അങ്ങനെ പറയണം എന്നർത്ഥം. പേര് മാറ്റി പറയണം.
ബേക്ക്ഡ് കോക്കനട്ട് മിൽക്ക് ഓയിൽ എന്ന് പറഞ്ഞാൽ ഇത് തേങ്ങാപ്പാലിൽ നിന്നും ചൂടാക്കി എടുത്ത് കൊണ്ടുവരുന്ന എണ്ണയാണ്, അല്ലെങ്കിൽ അത് തിളപ്പിച്ച് സ്ഫുടം ചെയ്ത് കൊണ്ടുവരുന്ന എണ്ണയാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയാൻ നമ്മൾ മനസ്സിലാക്കണം, വെർജിൻ എന്ന് പറഞ്ഞാൽ തന്നെ കന്യകയാണ്, കന്യകത്വം നഷ്ടപ്പെടാത്ത എണ്ണയാണ്. എന്താണ് കന്യകത്വം നഷ്ടപ്പെടുത്താത്ത എണ്ണ എന്ന് പറഞ്ഞാൽ അതിനെ ചൂടാക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അത് 2 ടൈപ്പിലുണ്ടല്ലോ. ചൂടായ പ്രോസസ്സിൽ കൂടി അമിത ചൂടാക്കാതെ 60 ഡിഗ്രി താഴെ എന്നുള്ളതാണ്. കൂളിംഗ് പ്രോസസ് 2 പ്രോസസ്സിൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ. കോൾഡ് പ്രോസസ്സിൽ ചെയ്യുന്നു. കോൾഡ് പ്രോസസ്സിലും ഹോട്ട് പ്രോസസ്സിലും ഉണ്ടല്ലോ അല്ലേ? ഹോട്ട് പ്രോസസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താകത്തില്ല. മാർക്കറ്റിൽ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. മാർക്കറ്റിൽ ഈ ഞാൻ പറഞ്ഞ വെന്ത വെളിച്ചെണ്ണയ്ക്ക് യെസ്, അതിന് വെന്ത വെളിച്ചെണ്ണ എന്നാൽ ആദ്യം പറഞ്ഞതിന് പറയാം. വെന്ത വെളിച്ചെണ്ണയ്ക്ക് പോലും ഡബിൾ വെർജിൻ കോക്കനട്ട് ഓയിൽ എടുത്ത് വിൽക്കുന്ന ആൾക്കാർ. ചില കമ്പനികൾ തന്നെ, വലിയ വലിയ കമ്പനികൾ തന്നെ, ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പറഞ്ഞു ഇതല്ലേ വെർജിൻ കോക്കനട്ട് ഇടാൻ പറ്റില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ കോൾഡ് പ്രോസസ്സിൽ ചൂടാകാതെ, അതായത് കൊപ്രയോ അല്ലെങ്കിൽ തേങ്ങാപ്പീരിയോ പാലോ ചൂടാകാതെ അതിനെ വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. വെളിച്ചെണ്ണ നമുക്ക് തേങ്ങാപ്പാലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കൂളിംഗ് പ്രോസസ്സിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ എണ്ണ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. ഈ വെർജിൻ കോക്കനട്ട് ഓയിലിനും നിങ്ങൾ നല്ല കൊപ്ര, സൺഡ്രൈഡ് ആണെങ്കിൽ നല്ല കൊപ്ര എടുത്ത് ആദ്യം പിഴിഞ്ഞ് എടുക്കുന്ന ഒരു 20-30% എണ്ണയ്ക്കും എന്തുണ്ട്, ഏകദേശം പരിശോധിച്ച് കഴിഞ്ഞാൽ സെയിം സ്പെസിഫിക്കേഷൻ പാസ്സാവും. പക്ഷെ ചിലപ്പോൾ മോയ്സ്ചർ കൂടുതലായിരിക്കുന്നേ ഉള്ളൂ, കാരണം കൂടുതൽ കാലം വെക്കാൻ പറ്റില്ല. ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ കുറച്ചുകൂടെ മോയ്സ്ചറിനെ എന്ത് ചെയ്യും, കുറച്ചിരിക്കുന്നതുകൊണ്ട് കൂടുതൽ കാലം ദീർഘകാലം വെക്കാൻ പറ്റും. ഇത് ആ ഒരു പ്രോസസ്സാണ്. ഈ ഒരു പ്രോസസ്സ് കൂടി എടുക്കുന്ന വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ എന്ന് നമുക്ക് പറയാം. അതാണ് പച്ച വെളിച്ചെണ്ണ. അത് നമുക്ക് എന്ത് ചെയ്യാം, എഡിബിളാണ്, നേരിട്ട് കഴിക്കാം. ക്യാപ്സ്യൂൾ ടൈപ്പിൽ അപ്പോൾ അത് ക്യാപ്സ്യൂൾ സൗന്ദര്യത്തിന് വേണ്ടി ക്യാപ്സ്യൂൾ കഴിക്കുന്നു. ഇത് നേരെ പറഞ്ഞത് വെന്ത വെളിച്ചെണ്ണയും ചിലപ്പോൾ നമ്മൾ കഴിക്കും. എന്തിനാണെന്നറിയാമോ, ഒരാഹാര പദാർത്ഥമായിട്ടല്ല, നമ്മുടെ കുടലിൽ ചിലപ്പം പുണ്ണുണ്ട്, കുടൽ പുണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒരു മരുന്നായിട്ടിത് കഴിക്കും. നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാനുള്ളതല്ല. പറഞ്ഞത് ഈ വെളിച്ചെണ്ണ അമിതമായി ചൂടാക്കാതെ നമ്മൾ ഉപയോഗിക്കണം. രണ്ടാമത് പരമാവധി വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയായിട്ട് ഉപയോഗിക്കാനുള്ള പ്രോസസ്സിലേക്ക് പോകണം. വെളിച്ചെണ്ണയായാലും എന്തെണ്ണയായാലും ഒരു ദിവസം ശരാശരി ഒരാൾ 25 ഗ്രാമിൽ കൂടുതൽ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. അടുത്തായിട്ട് പറയുന്നത് വെളിച്ചെണ്ണയിൽ ചേർക്കുന്ന മായത്തെ പറ്റിയാണ്. വെളിച്ചെണ്ണയിൽ ധാരാളം, നമ്മൾ ആദ്യം പറഞ്ഞു വെളിച്ചെണ്ണ എത്രമാത്രം ഉപയോഗിക്കാമെന്ന് പറഞ്ഞു, വെളിച്ചെണ്ണ ഗുണമേന്മയെ പറ്റി പറഞ്ഞു. യഥാർത്ഥത്തിൽ പച്ച വെളിച്ചെണ്ണ എന്ന് പറയുന്നത് അതിനകത്ത് ലോറിക് ആസിഡ്, അതായത് മിൽക്കിൻ്റെ അകത്തുണ്ടാകുന്ന അമ്മയുടെ മുലപ്പാലിലുള്ള ലാക്റ്റിക് ആസിഡിന് തുല്യമായ കണ്ടൻറ്റുകളാണ് പിന്നെ ലോറിക് ആസിഡ് എന്ന നിലയ്ക്ക് നമ്മളിവിടെ ഉണ്ട് വെളിച്ചെണ്ണയിലുള്ളത്. പക്ഷെ അതൊക്കെ ചൂടായി കഴിഞ്ഞാൽ എന്തായി, എല്ലാം നഷ്ടപ്പെടുന്ന ആ പ്രോസസ്സ് മാറി, അത് ഡേഞ്ചറായി മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു രംഗത്താണ് വെളിച്ചെണ്ണയ്ക്കകത്തേക്കുള്ള മായം ചേർക്കുന്നത്. ഇത് ആദ്യകാലത്ത് വെളിച്ചെണ്ണയുടെ വില ഭയങ്കര കൂടുതലായിരുന്നു. പലപ്പോഴും വെളിച്ചെണ്ണയുടെ വില കൂടും പിന്നെ കുറയും. മറ്റുള്ള എണ്ണകളുമായിട്ട് താരതമ്യം ചെയ്തല്ല വെളിച്ചെണ്ണയുടെ വില പോകുന്നത്. അതായത് ഒന്നാമതൊരു കാര്യം, വെളിച്ചെണ്ണ ഒരു ഭക്ഷ്യ വസ്തുവായിട്ട് നമ്മളെ ഉപയോഗിക്കുന്നുണ്ട്. ലോകത്ത് മറ്റിടത്തൊന്നും വെളിച്ചെണ്ണ ഇങ്ങനെ മലയാളി ഇന്ത്യക്കാർ മാത്രം, ഇന്ത്യക്കാർക്കാണ്, കേരളത്തുകാർ മാത്രം കാര്യമായിട്ട് ഭക്ഷ്യവസ്തുവായിട്ട് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അവിടെ തേങ്ങായും ഇല്ലായിരുന്നില്ല. ഇനിയും മറ്റു രാജ്യങ്ങളായാലും അങ്ങനെ ഒരു ഭക്ഷ്യവസ്തുവല്ല വെളിച്ചെണ്ണ, മറ്റെണ്ണകളുണ്ട്. പ്രധാനമായിട്ടും വെളിച്ചെണ്ണ ഒരു ഇൻഡസ്ട്രിയൽ അസംസ്കൃത ഉൽപ്പന്നമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് സോപ്പ് നിർമ്മാണത്തിനും അതുപോലെയുള്ള ഡിറ്റർജൻസ്, മറ്റേ സോപ്പ്, പിന്നെ എണ്ണകൾ, ആ രീതിയിലുള്ള സൗന്ദര്യ വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്തിന് വെളിച്ചെണ്ണ ശരിക്കും ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ തന്നെയും വ്യവസായ ആവശ്യങ്ങൾക്ക് ആ സോപ്പിന് അതിൻ്റേതായ ഗുണമേന്മ കൊടുക്കണമെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടാകണം.
ആ ഗുണമേന്മയുള്ള സോപ്പിൽ കൂടെ ദേഹത്ത് തേച്ചെങ്കിൽ മാത്രമേ ദേഹത്തുള്ള അഴുക്ക് എന്ത് ചെയ്തുള്ളൂ പോവുകയുള്ളൂ. അപ്പം അതിന് വെളിച്ചെണ്ണയാണ് അതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആ ഗുണമേന്മയുള്ളത് വെളിച്ചെണ്ണയ്ക്കാണ്. ഭക്ഷ്യ ആവശ്യം വെളിച്ചെണ്ണയെ സംബന്ധിച്ച് രണ്ടാമതായിരുന്നു, മലയാളിയെ സംബന്ധിച്ചുള്ള ഒന്നാമതാണ്. വെളിച്ചെണ്ണയുടെ വില കൂടുമ്പോൾ രണ്ട് കാര്യം സംഭവിച്ചു. ഒന്ന്, ആ വെളിച്ചെണ്ണ സ്ഥാനത്തേക്ക് പുതിയ പുതിയ എണ്ണകൾ കയറി വരാൻ തുടങ്ങി. അത് മിക്കവാറും അതെന്തെല്ലാം ഞാൻ ആദ്യം പറഞ്ഞാണ്, റിഫൈൻഡ്, ബ്ലീച്ച്ഡ്, ഡിയോഡറൈസ്ഡ് എണ്ണയാണ് കയറി വരുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണയിലേക്ക് മായമായിട്ട് എന്തൊക്കെ ചേർക്കാൻ പറ്റും എന്നുള്ള, കാരണം കാശ് കിട്ടണമെങ്കിൽ പിന്നെ ഒന്നും ചേർക്കല്ലോ, ചേർക്കാൻ പറ്റുന്നതിലേക്ക് പോയപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ അല്ല അതിലൊരു വിഷയമുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞു വന്നിടത്ത് ഭക്ഷ്യ എണ്ണ പറഞ്ഞു, അതിൽ ഈ 4 എണ്ണ കഴിഞ്ഞിട്ട് വേറെ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ എണ്ണകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് വരും.